അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ നമ്മളിതേ പോകാൻ പോണത് കോഴിക്കോടാണ്. അവിടുത്തെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞങ്ങൾ ഈ യാത്ര തിരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ, റീലായിട്ടും വീഡിയോസായിട്ടും ഒക്കെ. അപ്പോൾ അത് കണ്ട് നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. ഞാനും ലച്ചും മാലിക്കും ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോടാണ് ഞങ്ങളെ ലക്ഷ്യം. അപ്പോൾ അത് ഏകദേശം കോഴിക്കോടൊക്കെ എത്തി. ഫുൾ വീഡിയോ ആയിട്ട് ലോങ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് അങ്ങനെയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒക്കെ ഈ പോക്കറ്റ് റോഡായിട്ട് നമ്മൾ മാപ്പ് നോക്കിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മാപ്പ് നോക്കി കുറേ തിരിഞ്ഞൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ലാവസ്റ്റ പിങ്ക് കഫേയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളിയാണ്, ഫുള്ള് പിങ്കായിട്ടാണ് ഈ ഒരു കഫേ വരുന്നത്. അതുകൊണ്ട് തന്നെ ലച്ചും ഡ്രസ്സ് മാച്ച് ആയിരുന്നു കേട്ടോ. മാച്ചാക്കി ഇട്ടൊന്നുമല്ല, അത് ഏകദേശം അങ്ങനെ ആയി പോയതാണ് കണ്ടോ. നല്ലൊരു ആംബിയൻസ് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ ഭാഗങ്ങൾ നോക്കിയാലും നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയണത്. 2 നിലയിലായിട്ടാണ് ഇത് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്, അങ്ങനെ 2 നിലയിലാണ് വരുന്നത്. അപ്പോൾ അത് ഇവരിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ടേസ്റ്റ് ചെയ്യാണ്, മൊജിറ്റോ, ഷെയ്ക്ക് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ലച്ചുവിന് ക്യാൻഡിയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അതിങ്ങനെ തിന്നുകൊണ്ടും അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഓരോരോ ഐറ്റമൊക്കെ ഞങ്ങൾ അവിടുത്തെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ബീച്ചിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിതേ കാറൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ കാറും ഒന്നും ഒരു 2 വീലർ കാര്യങ്ങളൊന്നും കടത്തി വിടണില്ല. ഫുള്ള് പോലീസും കാര്യങ്ങളുമായിട്ട് അവരൊക്കെ തിരിച്ച് മടക്കി വിടുക കേട്ടോ. നടന്ന് പോകാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റോഡൊരു ഫ്രീ ആയിട്ട് തോന്നണത്. വണ്ടികൾ വരുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങളും ഇതേ പാർക്ക് ചെയ്തിട്ട് നടന്ന് പോകാൻ കേട്ടോ. അത്യാവശ്യം ദൂരം നടക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ നടന്ന് വന്നതിന് ശേഷമാണ് ഇത് ഇവിടെ എത്തിയത്. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഒരു 5 മണി ആ ടൈമാണ്. ഈ ടൈമിൽ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുണ്ട്. ബീച്ചിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഇതാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ. ലൈറ്റൊക്കെ ഇനി കുറച്ച് 7 മണിയൊക്കെ ആകുമ്പോൾ ഓണാവുമായിരിക്കും. അപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെ ബീച്ചിൽ ലച്ചുവിന് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഒരു ഗ്യാപ്പ് കിട്ടാൻ നോക്കുക കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പാണ് കിട്ടിയത്. അപ്പോൾ ആളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം.
ഇപ്പോൾ ഏകദേശം രാത്രിയായി. നല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷകളൊക്കെ കൈവിട്ട് പോയി. ലൈറ്റും കാര്യങ്ങളും ഒന്നും ഓണായിരുന്നില്ല. ഭയങ്കര പോലീസ് സ്ട്രിക്റ്റൊക്കെ ആയിട്ട് ഒക്കെ ഇങ്ങനെ കണ്ടോ, ആ ലൈറ്റൊന്നും ഓണല്ല. അപ്പോൾ ഞങ്ങൾ തിരക്ക് കാരണം തിരിച്ചു നമ്മൾ നടന്ന് മാതാവിൻ്റെ ചായക്കടൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ നടന്ന് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ന്യൂ ഇയറിൻ്റെ പരിപാടികൾ. പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല ഗൈസ്. താങ്ക് യു.